നമസ്തേ. രാമായണ മാസമാണ്. അപ്പോൾ രാമായണത്തിലെ കുറച്ച് ഭാഗങ്ങൾ അടങ്ങുന്ന ഒരു കൊച്ചു കഥയാണ് പറയുന്നത്. ആ കഥയുടെ പേര് ഭേദവിഭ്രമം മാറ്റലെന്നാണ്. ദൈവചൈതന്യം ഒന്നേയുള്ളൂ, രണ്ടില്ല, അനേകമില്ല. ശിവനാണ് സർവേശ്വരനെന്നോ അതല്ല വിഷ്ണുവാണ് സകലേശ്വരനെന്നോ തർക്കിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്ന ധാരാളം കഥകൾ നമ്മുടെ പുരാണങ്ങളിലുണ്ട്. ആദികാവ്യമായ രാമായണത്തിൽ തന്നെ ഭേദബുദ്ധി അകറ്റുന്ന അദ്വൈതകാന്തി ചിതറുന്ന പല ഭാഗങ്ങളും നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ ശ്രീരാമനാൽ ഖരദൂഷണ ത്രിശിരസ്സുകൾ വധിക്കപ്പെട്ട ഭാഗം, അപ്പോൾ ഈ 3 പേര് ആരാണെന്ന് നമുക്ക് നോക്കാം. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നിങ്ങനെ 3 രാക്ഷസ സഹോദരന്മാരുടെ ഐക്യമാണ്. 14,000 വരുന്ന ഒരു രാക്ഷസ പടയും ഇവർക്കുണ്ട്. പഞ്ചവടിക്കടുത്തുള്ള ജനസ്ഥാനമാണ് ഇവരിങ്ങനെ വിഹരിച്ച് നടക്കുന്നത്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ശൂർപ്പണഖയും അവിടെ താമസത്തിനെത്തി. രാവണ, കുംഭകർണ, വിഭീഷണന്മാർ എന്നതുപോലെ ശൂർപ്പണഖയ്ക്കും സഹോദരന്മാർ തന്നെയാണ് കരദൂഷണ ത്രിശിരസ്സുകളും. അപ്പോൾ ശൂർപ്പണഖ ഒരു ഭാഗ്യവതി തന്നെ. എന്താണെന്ന് വെച്ചാൽ 6 ആങ്ങളമാർ കൂടി ഒരേ ഒരു പെങ്ങളാണ്. അമ്മയുടെ കാര്യത്തിലേ വ്യത്യാസമുള്ളൂ. അച്ഛൻ വിശ്രവസ് മഹർഷി തന്നെ. ഈ വിശ്രവസിന് ദേവവർണ്ണിനിയിൽ നേരത്തെ ഒരു മകനുണ്ട്, വൈശ്രവണൻ അഥവാ കുബേരൻ. അദ്ദേഹവും ശൂർപ്പണഖയുടെ സഹോദരൻ തന്നെ. രാക്ഷസത്വം ഇല്ലെന്നേയുള്ളൂ. ഒരിക്കൽ വിശ്രവസ് മകനായ വൈശ്രവണനോട് കോപിക്കുകയുണ്ടായി. തൻ്റെ ശുശ്രൂഷയ്ക്ക് ആരുമില്ലെന്നതായിരുന്നു കാരണം. അന്ന് ലങ്കയുടെ അധിപനാണ് വൈശ്രവണൻ. ഒട്ടും വൈകിയില്ല. അദ്ദേഹം പുഷ്പോൽക്കട, രാഗ, മാലിനി എന്നീ രാക്ഷസ നാരിമാരെ അച്ഛനെ പരിചരിക്കുന്നതിനായിട്ട് നിയോഗിച്ചു. ഈ പുഷ്പോൽക്കടയ്ക്ക് കൈകസി എന്നും പേരുള്ളതായി വേണം കരുതാൻ. അങ്ങനെ വിശ്രവസ് അവരിൽ പ്രസാദിച്ചു. കൈകസിയിൽ രാവണനും കുംഭകർണനും മക്കളായി പിറന്നു. മാലിനിയിൽ സൗമ്യ പ്രകൃതിയായ വിഭീഷണൻ ഉണ്ടായി. രാഗ പ്രസവിച്ചത് ഇരട്ടകൾ ഖരനും ശൂർപ്പണഖയും. പിന്നീട് ദൂഷണൻ, ത്രിശിരസ് എന്നിങ്ങനെ 2 പേർ കൂടി ജനിച്ചു. അപ്പോൾ ഈ രാഗയുടെ മക്കളായ കരദൂഷണ ത്രിശിരസ്സുകൾ സവിശേഷമായ സാഹോദര്യം സ്ഥാപിച്ചെടുത്തുവെങ്കിലും ശൂർപ്പണഖയ്ക്ക് കൂടുതൽ അടുപ്പം മൂത്ത സഹോദരന്മാരായ രാവണ, കുംഭകർണാദികളോടായിരുന്നു. അവൾ രാവണൻ്റെ ഓമന പെങ്ങളായി ലങ്കയിൽ തന്നെ കഴിയുകയും ചെയ്തു. എന്നാൽ ശൂർപ്പണഖയുടെ ഭർത്താവായ വിദ്യുജിഹൻ ഒരു ഏറ്റുമുട്ടലിൽ രാവണനാൽ കൊല്ലപ്പെട്ടുപോയി. അതേ ചൊല്ലി ദേഷ്യത്തോടെ സങ്കടത്തോടെ അവൾ രാവണനെ ശകാരിച്ചതിന് കണക്കില്ല. പെങ്ങളെ സമാശ്വസിപ്പിക്കാൻ രാവണന് ഏറെ പണിപ്പെടേണ്ടി വന്നു. ഒടുവിൽ ലങ്കയിൽ നിന്ന് അവളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, നീ ഇനി ജനസ്ഥാനത്തേക്ക് പോകൂ. അവിടെ കരദൂഷണ ത്രിശിരസ്സുകൾക്കൊപ്പം സുഖമായി കഴിയാമല്ലോ. ഇഷ്ടമുള്ള ഒരു പുരുഷനെ നിനക്ക് ഭർത്താവായി കണ്ടെത്താവുന്നതാണ്. ആ വിവാഹം ഞാൻ ക്ഷേമമായി നടത്തിത്തരുന്നുണ്ട്. അങ്ങനെ ശൂർപ്പണഖ ജനസ്ഥാനത്തെത്തുന്നു. സഹോദരന്മാർക്കൊപ്പം രാജകുമാരിയെപ്പോലെ ഇങ്ങനെ കഴിയുന്നു. ആയിടയ്ക്കാണ് പഞ്ചവടിയിൽ വെച്ച് ലോകസുന്ദരന്മാരായ 2 പേരെ, രാമലക്ഷ്മണന്മാരെ അവൾ കാണുന്നത്. തൻ്റെ കാമാസക്തി അവരെ അറിയിക്കാൻ ശൂർപ്പണഖ ഒട്ടും നാണിക്കുക തന്നെ ഉണ്ടായില്ല. തുടർന്ന് അക്രമാസക്തിയായപ്പോഴോ മൂക്കും മുലയും ചെവിയും അരിയപ്പെട്ട അവസ്ഥയിലായി. രക്താഭിഷിക്തയായ ദേഹത്തോടെ ശൂർപ്പണഖ ഓടിച്ചെന്ന് പരാതി പറയുന്നത് സഹോദരനായ ഖരനോടാണ്. ഖരൻ ഉടനെ 14 രാക്ഷസന്മാരെ നിയോഗിച്ചു, അക്രമികളായ 2 മനുഷ്യപ്പുഴുക്കളെ പിടിച്ചുകെട്ടി തൻ്റെ മുന്നിലെത്തിക്കാൻ. പക്ഷേ പോയവർ തിരിച്ചെത്തിയില്ല. പിന്നെ കരദൂഷണ ത്രിശിരസ്സുകൾ 14,000 രാക്ഷസന്മാരോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അതിൻ്റെ ആരവം കേട്ട രാമൻ അമ്പും വില്ലുമെടുത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, അനുജ, നീ സീതാദേവിയെ ഒരു ഗുഹയിൽ സുരക്ഷിതയാക്കി കാത്തുകൊള്ളുക. അങ്ങനെ ആ യുദ്ധം തുടങ്ങി. വരാനിരിക്കുന്ന രാമരാവണ യുദ്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. കേവലം 3.25 നാഴിക കൊണ്ട് ശ്രീരാമൻ ആ വമ്പിച്ച രാക്ഷസപ്പടയെ നിശ്ശേഷം നശിപ്പിക്കുകയുണ്ടായി. രാമബാണം ഖരൻ്റെ ശിരസ് ലങ്കയുടെ വടക്കേ ഗോപുരത്തിൽ കൊണ്ടിട്ട് രാമൻ്റെ ആവൾനാഴിയിൽ തിരികെ എത്തുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു മഹാത്ഭുതം നടന്നത്. ദിവ്യ ശരീരന്മാരായ 14,000 പേർ ശ്രീരാമനെ സ്തുതിക്കുന്നു. കൊല്ലപ്പെട്ട രാക്ഷസപ്പടയിലെ അംഗങ്ങളാണവർ. പണ്ട് മഹർഷിമാരായിരുന്നു. ശ്രീ പരമേശ്വരനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ അവർ അന്ന് ഒരു വരം ആവശ്യപ്പെട്ടത് ഇങ്ങനെയാണ്: അങ്ങ് ഞങ്ങളുടെ ഭേദവിഭ്രമം, അതായത് ശിവനെന്നും വിഷ്ണുവെന്നും മറ്റുമുള്ള തോന്നൽ ഇല്ലാതാക്കിക്കൊണ്ട് സംസാര ജീവിത വൃക്ഷത്തിൻ്റെ വേരറുക്കുന്ന മോക്ഷദായകമായ കൂടാരമാകണം.
അപ്പോൾ മഹാദേവൻ ആ വരം അനുവദിച്ചു കൊണ്ട് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ രാക്ഷസന്മാരായി ജനിക്കാൻ ഇടയാകട്ടെ. അന്നു ഞാൻ ശ്രീരാമനായി അവതരിച്ച് നിങ്ങളുടെ രാക്ഷസ ദേഹത്തെ അറുത്ത് ആത്മസ്വരൂപത്തിൽ ലയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദിവ്യദേഹം ലഭിച്ച് ഭേദവിഭ്രമം മാറിയ മഹർഷിമാർ ശ്രീരാമനെ ശ്രീ പരമേശ്വരനായി കണ്ട് മതിയാവോളം സ്തുതിക്കുകയായി. പൂർവജന്മത്തിൽ മുനിജന്മത്തിൽ നടത്തിയ പ്രാർത്ഥന ഭഗവാൻ ഇന്നിതാ രാക്ഷസ ജന്മത്തിൽ സഫലമാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ സീതാദേവിയെയും കൂട്ടി അടുത്തെത്തിയ ലക്ഷ്മണനോട് ശ്രീരാമൻ മറ്റൊരു കാര്യം നിർദ്ദേശിച്ചു. ലക്ഷ്മണ, നീ ഉടനെ അഗസ്ത്യാശ്രമത്തിലും അപ്പുറത്തുള്ള മുനിമണ്ഡലങ്ങളിലും ചെന്ന് ഈ വിശേഷം പറയണം. ലോകനാശകന്മാരായ ഇവിടുത്തെ രാക്ഷസരെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒട്ടും ഭയപ്പെടാതെ മുനിമാർക്ക് ധ്യാനത്തിലും തപസ്സിലും മുഴുകാമെന്ന് അവർ എന്നോട് നേരത്തെ പരാതി പറഞ്ഞിരുന്നുവല്ലോ. ഞാനത് പരിഹരിച്ചിരിക്കുകയാണിപ്പോൾ. ലക്ഷ്മണൻ ഉടനെ തന്നെ മുനിമണ്ഡലത്തിൽ ചെന്ന് വിവരം പറഞ്ഞു. മുനിമാർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. രാമനായി അവതരിച്ച മഹാവിഷ്ണു തങ്ങളുടെ സങ്കടം തീർത്തിരിക്കുന്നുവെന്ന് മുനികൾ കരുതുന്നത്. എന്നാൽ രാക്ഷസദേഹം വെടിഞ്ഞ് ദിവ്യദേഹത്തിനുടമകളായ 14,000 പേർ സന്തോഷിച്ചതോ രാമനായി അവതരിച്ച മഹാദേവൻ തങ്ങൾക്ക് മോക്ഷം നൽകിയെന്നുമാണ് വേദവിഭ്രമം മാറുന്നത്. എങ്കിലും ശ്രീരാമന്റെ വനവാസം തീരാറായിട്ടില്ല. മഹാരാക്ഷസന്മാർ വേറെയും കാണും. അവരുടെ മായാജാലങ്ങളും കുതന്ത്രങ്ങളും സീതാരാമലക്ഷ്മണന്മാരെ ബാധിക്കാതെ നോക്കണമെന്ന വിചാരം ആ മുനിമാരിലുണ്ടായി. സ്വന്തം മക്കളോടെന്ന പോലെ ഒരു ഉത്കണ്ഠ, അല്ലെങ്കിൽ കൃതജ്ഞതാ സൂചകമെന്നും പറയാം. അവർ വിശേഷപ്പെട്ട 3 രക്ഷാബന്ധനങ്ങൾ ഉണ്ടാക്കി ലക്ഷ്മണന്റെ വശം കൊടുത്തുവിട്ടു. ഒരു മോതിരം, ഒരു ചൂടാരത്നം, ഒരു ദേഹകവചം. ഇവയും കൊണ്ടാണ് ലക്ഷ്മണൻ ശ്രീരാമ സവിധത്തിൽ തിരിച്ചെത്തുന്നത്. ശ്രീരാമൻ അതിൽ നിന്ന് മോതിരമെടുത്ത് സ്വന്തം വിരലിൽ അണിഞ്ഞു. ചൂടാരത്നം സീതയുടെ തലയിൽ ചൂടിച്ചു. ദേഹകവചം ലക്ഷ്മണന് ധരിക്കാൻ നൽകുകയും ചെയ്തു. വളരെ നിർണായകമായ ഓരോ കർമ്മങ്ങൾ ഇവ പിന്നീട് അനുഷ്ഠിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സീതാ അന്വേഷണത്തിന് പോകുന്ന ഹനുമാൻ വശം ശ്രീരാമൻ കൊടുത്തയക്കുന്ന അടയാള മോതിരം മുനിമാരുടെ ഹൃദയസ്പന്ദം ഉൾക്കൊള്ളുന്നതാണ്. സീത ഹനുമാൻ വശം ശ്രീരാമന് നൽകാൻ കൊടുത്തയക്കുന്ന ചൂടാരത്നവും ഈ മുനിസമ്മാനം തന്നെ. ഇന്ദ്രജിത്തുമായുള്ള ഘോരയുദ്ധത്തിൽ ലക്ഷ്മണകുമാരനെ രക്ഷിച്ചു നിർത്തിയതും മുനികവചമാണെന്ന് പറയാതെ വയ്യ. ഇതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. മുനിമാർ ദീർഘദർശികളായിരുന്നു. നന്മ നിറഞ്ഞ കൃതജ്ഞതയും സ്നേഹവും നിറഞ്ഞ അവരുടെ ഹൃദയം തിന്മയെ ജയിക്കും വരെ, രാവണനെ ജയിക്കും വരെ രാമൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മഹാവിഷ്ണു തന്നോട് സങ്കടമുണർത്തിച്ച ദേവന്മാർക്കും മുനിമാർക്കും വാക്കു നൽകിയിരുന്നു. ശ്രീരാമനായി അവതരിച്ച് സങ്കട നിവൃത്തി വരുത്താമെന്ന്. തന്നെ ദീർഘകാലം തപസ് ചെയ്ത മഹർഷിമാർക്ക് ശ്രീ പരമേശ്വരനും വരം നൽകുകയുണ്ടായി. ഭേദവിഭ്രമം തീർത്ത് മോക്ഷം നൽകാമെന്ന്. അങ്ങനെ ശിവനും വിഷ്ണുവും ഒന്നിക്കുന്ന കാഴ്ചയാണ് നാം പഞ്ചവടിയിൽ കാണുന്നത്. 2 നിലയിലും കൃത്യമായ വാഗ്ദത്ത പാലനം നടന്നു. മാത്രമല്ല ശ്രീരാമൻ സ്വന്തം നിലയിലും, അതായത് മനുഷ്യനും രാജാവും എന്ന നിലയിലും വാക്കു പാലിക്കുന്നുണ്ട്. അഗസ്ത്യൻ ഉൾപ്പെടെയുള്ള മുനിമണ്ഡലം ശ്രീരാമനോട് നേരത്തെ അപേക്ഷിച്ചിരുന്നുവല്ലോ, ഞങ്ങൾക്ക് രാക്ഷസന്മാരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇല്ലാതാക്കി തരണമെന്ന്. അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ സത്യം ചെയ്തതുമാണ്. ഞാനിതാ സത്യം പാലിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഭയരഹിതരായി ശാന്തരായി തപസ്സനുഷ്ഠിക്കാം എന്ന സന്ദേശമാണ് ഖരദൂഷണ ത്രിശിരസ്സുകളെയും 14,000 രാക്ഷസരെയും വധിച്ച ഉടനെ ശ്രീരാമൻ ലക്ഷ്മണനെ വിട്ട് മുനിമാരുടെ അടുക്കൽ എത്തിക്കുന്നത്. ഏറ്റ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ വിവരം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും വേണം. അതൊരു സാമാന്യ മര്യാദയാണ്. അങ്ങനെ പലതലത്തിലുള്ള വാക്ക് പാലിക്കലുകളും സുജന മര്യാദകളും നാം ശ്രീരാമനിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭേദവിഭ്രമം മാറ്റുന്നത് സംബന്ധിച്ച ഒരു കാര്യം കൂടി പറയാം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ശിവനെ ആരാധിക്കുന്നുണ്ടല്ലോ. നിർണായകമായ രാമരാവണ യുദ്ധത്തിനു മുമ്പ് സേതുബന്ധന വേളയിലാണ് ഈ വിഷ്ണുവും ശിവനും രാമനും ഇവിടെ ഒന്നായിത്തീരുന്നു. ദൈവചൈതന്യം ഒന്നാകുന്നു. ശ്രീരാമനെ എതിരിടുന്ന രാവണന്റെ ആരാധനാമൂർത്തിയും പരമശിവൻ തന്നെ എന്നതത്രേ രസകരമായ മറ്റൊരു വസ്തുത. ശിവന് അല്പവും ഭേദബുദ്ധിയില്ല. രാമനെയും രാവണനെയും ഒരുപോലെ കാണുന്ന കാമനാശനായ ശിവൻ എങ്കിലും അതിസൂക്ഷ്മതലത്തിൽ നേർത്തതും എന്നാൽ സ്വാഭാവികവുമായ ഒരു ചായ്വ് നന്മയുടെ ഭാഗത്തായി തീരുന്നു. ആത്യന്തികമായി നന്മ വിജയിക്കുകയും ചെയ്യുന്നു എന്നതാണ് രാമകഥ നൽകുന്ന ലോകസാക്ഷ്യം.
രാമായണത്തിലെ കുറച്ച് ഭാഗങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പുതിയൊരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.